കോമേഴ്സ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അതിൻ്റെ ഈ പാർട്ട്ണർഷിപ്പിൽ വരുമ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണെന്നറിയാം, നമ്മുടെ ഇപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട് ആർ personal in nature and transaction relating to the partners. എന്ന് വെച്ചാൽ പാർട്ട്നേഴ്സ് ആർ റെക്കോർഡർ ഇതെറിൻ. ഇതെന്ന് വെച്ചാൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ അതൊരു പേഴ്സണലായിട്ടുള്ള വരുന്ന ഒരു അക്കൗണ്ട്സ് ആണ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ. അതായത് ട്രാൻസാക്ഷൻ വന്നിട്ട് നമ്മൾ റിലേറ്റിംഗ് ആരെയാണ് സംബന്ധപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ പാർട്ട്നേഴ്സിനെയാണ് സംബന്ധപ്പെടുത്തുന്നത്. ഓക്കെ, പാർട്ട്നേഴ്സിനെയാണ്, അതായത് പാർട്ട്നേഴ്സിനെ സംബന്ധപ്പെടുത്തി വരുന്നത്. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് നമ്മൾ റെക്കോർഡ്, ഓരോ പാർട്ട്നേഴ്സും എത്ര എമൗണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മളത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇൻ എ സോൾ ട്രേഡർ ബിസിനസ് സിൻസ് ദെയർ ഈസ് ഓൺലി വൺ ഓണർ വൺ ക്യാപിറ്റൽ അക്കൗണ്ട് വിൽ സഫീഷ്യൻ. എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് സോൾ ട്രേഡർ ആകുമ്പോൾ ഒരു ഓണറേ ഉള്ളൂ, അപ്പോൾ അയാളുടെ മാത്രമായിട്ട് വരുള്ളൂ ക്യാപിറ്റൽ അക്കൗണ്ട്, ഒത്തിരി ഒന്നും കാണത്തില്ല. പാർട്ട്നേഴ്സ് ആകുമ്പോഴാണ് എത്ര പാർട്ട്നേഴ്സ് ഉണ്ട് അത്രയും പേര് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടൊക്കെ കാണും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. സിൻസ് ദെയർ ആർ 2 or more പാർട്ട്നേഴ്സ് ഇൻ എ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഇപ്പോൾ 2 or more പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഫോർ ഈച്ച് പാർട്ട്നേഴ്സ് ടു അസർട്ടേൺ ഇസ് ഹർ ക്യാപിറ്റൽ ബാലൻസ്. എന്ന് വെച്ചാൽ 3-4 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളത് 3-4 പേര് സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. എന്നാലേ അവർക്ക് എത്ര ക്യാപിറ്റലുണ്ട്, സപ്പോസ് അവർ എന്തെങ്കിലും പൈസ വിഡ്രോ ചെയ്യാനെങ്കിൽ എത്ര വിഡ്രോ ചെയ്തു അവർക്ക് തന്നെ ഒരു അക്കൗണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. എന്നാലാണ് നമുക്ക് അതിൻ്റെ ക്യാപിറ്റലിൻ്റെ ബാലൻസും നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നമുക്ക് തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാൻ പറ്റത്തുള്ളൂ. ഓരോ പാർട്ട്നേഴ്സിന് എത്ര കൊടുത്തു, ഇനി എത്ര കൊടുക്കാനുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈച്ച് പാർട്ട്നേഴ്സ് നമ്മൾ കൃത്യമായിട്ട് രീതിയിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ അതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് വന്നിട്ട് ദ ഐറ്റംസ് ദാറ്റ് യൂഷ്വലി അപ്പിയർ ഓൺ ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ആർ ആസ് ഫോളോസ്. ഈ ഐറ്റംസ് വന്നിട്ട് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡിലുമാണ് ആപ്ലിക്കബിളായിട്ട് വരുന്നത്. അത് ഏതൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാം. അപ്പോൾ അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ വരുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത് ഡ്രോയിങ്സ് ആണ്. ഓക്കെ, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാഷ് നമ്മുടെ കമ്പനിയിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതിനാണ്. അതായത് ഓണേഴ്സ് ആണല്ലോ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അവർക്ക് നമ്മൾ പൈസ തിരിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരായിട്ട് പൈസ എടുക്കുന്നത് എന്തെങ്കിലും ആവശ്യത്തിന് അവരായിട്ട് കമ്പനിയിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോഴാണ് ഡ്രോയിങ്സ്. അപ്പോൾ അതാണ് ഡ്രോയിങ്സ് വരുന്നത് ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. പൈസ നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണ്, കമ്പനിയിൽ നിന്ന് പോവാണ് ക്യാഷ്. അപ്പോൾ ഡ്രോയിങ്സ് ഈ സൈഡിലാണ് വരുന്നത്. പിന്നെ വന്നിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് ഇൻട്രസ്റ്റ്, അതായത് എത്ര ഇൻട്രസ്റ്റ് ഉണ്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഡ്രോയിങ്സ് എടുക്കുമ്പോഴത്തേക്കും അതിന് ഇൻട്രസ്റ്റ് കാണും, നമ്മളത് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് ഈ സൈഡിലാണ് വരുന്നത്. പിന്നെ ഷെയർ ഓഫ് ലോസ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ലോസ്, എത്ര ലോസ് ആണോ വരുന്നത്, ലോസ് ആണെങ്കിൽ അതിൻ്റെ ഇത് നമ്മൾ ഷെയർ ഇപ്പോൾ പാർട്ട്നേഴ്സ് ആകുമ്പോൾ ഡിവൈഡ് ചെയ്യുമല്ലോ, അപ്പോൾ ആ ഷെയർ നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നത്. ഇനി നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ നോക്കാം. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ ഓർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ഇൻ ദി ബിഗിനിങ്ങിൽ എത്ര ക്യാപിറ്റലാണോ നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പണിംഗ് ആയിട്ട് നമ്മളിവിടെ എഴുതി കാണിക്കും ക്രെഡിറ്റ് സൈഡിൽ. ഓക്കെ, ഇപ്പോൾ വരുന്നത് അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നോർമലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും ബിസിനസ്സിലേക്ക്. അപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ പൈസ ഉണ്ടെങ്കിൽ അത് ആ ക്യാപിറ്റലാണ് അഡീഷണൽ ക്യാപിറ്റൽ. സോ അതും കൂടി നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്യും. പിന്നെ അസെറ്റ് ബ്രോട്ട് ഇൻ, എന്തെങ്കിലും അസെറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ആവശ്യത്തിന് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളിവിടെ എഴുതും. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ എഴുതും. പിന്നെ സാലറി ടു ദ പാർട്ട്നേഴ്സ്, അതായത് പാർട്ട്നേഴ്സിന് എന്തെങ്കിലും സാലറി കൊടുക്കുന്നത് അത് നമ്മളിവിടെ കാണിക്കണം. പിന്നെ കമ്മീഷൻ ടു ദ പാർട്ട്നേഴ്സ്, ചില പാർട്ട്നേഴ്സിനൊക്കെ എന്തെങ്കിലും കമ്മീഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, കമ്മീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ കാണിക്കണം. പിന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കാണും, എത്ര പ്രോഫിറ്റാണ് നമ്മൾ ഓരോ പാർട്ട്നേഴ്സിനും കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ അതും ഇവിടെ മെൻഷൻ ചെയ്യും. പ്രോഫിറ്റ് ആണെങ്കിലാണ് ഈ സൈഡിൽ വരിക, ലോസ് ആണെങ്കിൽ ഈ സൈഡിൽ വരും. അപ്പോൾ ഇതാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ നോട്ട് വന്നിട്ട് ആഡ് ഓൾ ഐറ്റംസ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഫ്രം വിച്ച് ഡിഡക്റ്റ് ഓൾ ഐറ്റംസ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ആൻഡ് ഗെറ്റ് ക്ലോസിംഗ് ക്യാപിറ്റൽ. എന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്യുന്നെങ്കിൽ ക്രെഡിറ്റ് സൈഡും ഡിഡക്റ്റ് ചെയ്യണമെങ്കിൽ ഡെബിറ്റ് സൈഡുമാണ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടും, എത്ര ക്ലോസ് ആവുന്നു. അതാണ് നമുക്ക് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അപ്പോൾ ഇതാണ്.
ഇനി അടുത്തത് വന്നിട്ട് മെത്തേഡ് ആൻഡ് മീനിങ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ മെത്തേഡും മീനിങ്ങുമാണ്. ദെയർ ആർ 2 മെത്തേഡ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് പാർട്ട്നേഴ്സ്. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ 2 മെത്തേഡുണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഒന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും. അപ്പോൾ ഇത് ഇത്രയാണ്. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇത് വന്നിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. ഓക്കെ അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അതിനുള്ള റിപ്ലൈയും ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലായ ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ്, മോട്ടിവേഷൻ, ഗ്രാമർ ഈ 3 ക്ലാസ്സുകളൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. സോ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ആ ചാനലൊന്ന് കണ്ടു നോക്കുക. ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. സോ ക്ലാസ്സുകൾ വന്നിട്ട് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസൊക്കെ ഞാൻ അപ്പോൾ പറയുന്നതായിരിക്കും. ഓക്കെ പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ടൻസി പഠിക്കാൻ താല്പര്യമുള്ളവർ ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ ക്ലാസ്സുകൾ വന്നിട്ട് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാകും. അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.